യെസ് ഇവിടെ ഓഡിയോ ക്ലിയർ ആണ്. സോ വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. ഡേ 24. ഏകദേശം നമ്മൾ എന്താ പറയുക, ഒരു മാസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ നേഹ നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം. അപ്പോൾ എന്താ പറയുക, താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് കോർ ആൻഡ് ഇതായിരിക്കും, കോറും ലെഗും ആണ്. ലെഗ് ഇന്നും ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്, കുറച്ച് മടിയിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കാഫും അതേമാതിരി നമ്മൾ കോറും മാത്രമേ ചെയ്യേണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളെ ഞാനിപ്പോഴും ഉപയോഗിക്കുന്ന മറ്റേ ഈ സാധനമാണ്. ഏതാണ് എന്താ പറയുക, നമ്മുടെ OBS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരണമുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. PDSS ഓക്കെ, അവിടെ ഇത് കുറേ സാധനങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. macOS സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാതെ. ഓക്കെ, സ്ക്രീൻ ക്യാപ്ചർ ചാറ്റ് ആപ്ലിക്കേഷൻ വിൻഡോ ക്യാപ്ചർ ആപ്ലിക്കേഷൻ ക്യാപ്ചർ അപ്പോൾ നമ്മളെ ചാറ്റ് ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. എങ്ങോട്ട് ഇടാം? ഇവിടെ ഇടണോ അവിടെ ഇടണോ? ഇതുവരെ ആരും നിലവിൽ ചാറ്റൊന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാം. ടെക്സ്റ്റ് ലൈവ് സ്ട്രീം കുഴപ്പമില്ല തോന്നുന്നു. കളർ വേണമെങ്കിൽ നോക്കിയിട്ട്. ഓക്കെ, ചാറ്റ് ഇവിടെ കിടക്കട്ടെ, ഇതിവിടെ കിടക്കട്ടെ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഓഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മെല്ലെ നമ്മൾ ഇന്നത്തെ വർക്കൗട്ടിലേക്ക് കിടക്കണം. അപ്പോൾ ഇന്ന് കോറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോറിന് ചെയ്യേണ്ടതായിട്ടുള്ളത് ആദ്യം നമ്മൾ സ്ട്രെച്ച് ചെയ്യുക നല്ലോണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കോർ വർക്കൗട്ടിലേക്ക് കിടക്കാം. ജസ്റ്റ് നെക്ക് സ്ട്രെച്ച് ചെയ്യുക, ഫ്രണ്ട് ആൻഡ് ബാക്ക്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഷോൾഡർ നല്ലോണം റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് എൽബോ എക്സ്റ്റൻഷൻ ചെയ്യുക. അതേമാതിരി റിസ്റ്റ് ചെയ്യുക നല്ലോണം.
ഓക്കെ, ഫ്രണ്ടും ബാക്കും ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഇതുവരെ ഇഞ്ചുറീസ് ഒന്നും നമുക്ക് 25 ദിവസത്തിനുള്ളിൽ വന്നിട്ടില്ല. സോ ഇനിയും ഇഞ്ചുറി വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഓക്കെ, നമ്മൾ കട്ടക്ക് വാമൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. മാത്രമല്ല ഇതൊരു ഇപ്പോൾ റുട്ടീനായി വന്നിട്ടുണ്ട്. മടിയുണ്ടോയെന്ന് വെച്ചാൽ മടിയുണ്ട്, പക്ഷേ വലിയ മടിയുണ്ടോയെന്ന് വെച്ചാൽ അത്ര വലിയ മടിയില്ല. കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ സ്ട്രീം രാവിലെ ആക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഏതാ ഒച്ച കൂട്ടണാ? ഏതാ? ഒരു മിനിറ്റ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഗെയിന് കൂട്ടി. Now it's good, no? Now? Is it better now? ഞാൻ ഗെയിൻ എന്ന് പറഞ്ഞ സാധനം ഒരു പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ആ, അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞുകൊണ്ടൊന്ന് മടി കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നിരുന്നാലും മടിയുണ്ട്. പക്ഷേ 21 ദിവസമായതുകൊണ്ട് എന്താ പറയുക, നമുക്ക് 21 ദിവസം കഴിഞ്ഞില്ലേ, നമ്മുടെ ബ്രെയിനിൽ ഓൾമോസ്റ്റ് ഈ ഒരു പാറ്റേൺ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ട്രാക്കിംഗ് എനേബിൾ ചെയ്താണ്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഓക്കെ അതേമാതിരി സ്ക്വാട്ട് ചെയ്യുക. 2 3 4 5 ബസ്. സ്ക്വാട്ട് ചെയ്യാൻ ഇപ്പോഴും ഭയങ്കര മടിയാണ്. അന്നൊരു വട്ടം ചെയ്തിട്ട് വെറുത്ത് ഭയങ്കര ഹെവി ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീസൻ്റ്ലി വാം ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് എന്താ പറയുക, മടി പിടിക്കുന്നവർക്ക് ആയിട്ടുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം തന്നെ ടഫ് എക്സസൈസ് ചെയ്യാതെ മെല്ലെ മെല്ലെ ഗ്രാജുവലി വെയിറ്റ് കൂട്ടി ലാസ്റ്റത്തെ സെറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഹെവി വെയിറ്റിൽ കളിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തേത് എപ്പോഴും ഒരു ഇങ്ങനത്തെ സ്ട്രെച്ചുകൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സോണിലോട്ട് പയ്യെ കയറും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോണത് നമ്മുടെ സൈഡ് ബെൻഡിൻ്റെ എക്സസൈസാണ്. സൈഡ് ബെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നൊരു എക്സസൈസ് അല്ലേ. പോസ് ചെയ്യാം. ഓക്കെ, കുറച്ച് ഇതൊരു താണ ഹോൾഡ് ചെയ്യുക. അപ്പോൾ സൈഡ് ബെൻഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡബിൾ ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം ഒരു വശത്തോട്ട് ഇങ്ങനെ ഇത് ചെയ്യുക. അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ നമ്മുടെ സ്പൈനിലുള്ള മസിൽസൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങും. ഓക്കെ, കോറാണ് കൂടുതൽ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. 3 4 5 6 7 8 9 10. ഓക്കെ, ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു എക്സസൈസ് ആയതുകൊണ്ട്
നമ്മൾ കൂളായിട്ട് ഇത് സാധനം ചെയ്തു പോകും. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ സെറ്റിനൊക്കെ എടുക്കാൻ പറ്റിയ സാധനമാണ്. അതേമാതിരി മറ്റേ സൈഡും കൂടെ ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ എക്സസൈസുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. ഇല്ല നമ്മൾ ഭയങ്കര ടഫ് എക്സസൈസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ആണെങ്കിൽ ആകെപ്പെട്ടു നമ്മൾ. ഓക്കെ, അത് ഞാനില്ല ഒരു സാധനം സെറ്റ് ചെയ്താണ്. മുഖത്തേക്ക് ലൈറ്റ് അടിക്കുന്നില്ല അല്ലേ? ഇൻറ്റൻസിറ്റി കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണമാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് നമ്മൾ ആദ്യം സോണിലോട്ട് കയറും, എന്നിട്ട് മെല്ലെ മെല്ലെ വെയിറ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ തന്നെ അടുത്ത സെറ്റിലേക്ക് കിടക്കാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, കോർ വെച്ചിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, കൈ വെച്ചിട്ടതല്ലേ, നമ്മൾ കോർ വെച്ചിട്ട് ആണ് നമ്മൾ കോർ ടൈറ്റൻ ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്സിൽ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഹായ്. ചാറ്റ് ഞാനിപ്പോൾ ഫുൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്താണ്? ഓക്കെ, ഫാസിൽ വന്നിട്ടുണ്ട്. ഹായ് ഫാസിൽ, ഹായ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഇത് തന്നെ. ഒരു 3 സെറ്റ് ഇട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല മെല്ലെ കിടക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇത് ആക്ച്വലി 15 വരെ പോകണം. കാരണം എന്ന് വെച്ചാൽ 10 ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 15 വരെ പോകണേലേ ഇത് കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് ഈ സെറ്റും 10 എടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് മുതൽ നമുക്ക് 15 വെച്ചിട്ട് ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9
10. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കണം എന്താണ്, നമ്മൾ വർക്കൗട്ട് ചെയ്യണ സമയത്ത് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും ഫുൾ എക്സസൈസ് എന്താവും, സ്ലോ ആവും. ലാസ്റ്റ് വരെ ഇങ്ങനെയൊക്കെ പുഷ് ചെയ്യുമ്പോൾ കാണാമല്ലേ മെല്ലെ ആണ്. സോ ആ സമയത്താണ് ഗ്രോത്ത് നടക്കണത്. ഓക്കെ, അപ്പോൾ നമ്മളതാണ് എല്ലാ എക്സസൈസിലും ടാർഗറ്റ് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ പുതിയ എക്സസൈസ് ആകുമ്പോൾ ചെയ്യില്ല, നമ്മൾ പഴയ മീൻസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന എക്സസൈസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പരിപാടി നമ്മൾ ചെയ്യും, സ്ലോ ആക്കിപ്പിക്കും. മനഃപൂർവ്വം ആക്കല്ല, നല്ല വെയിറ്റിൽ സാധനം കയറി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം അതിലാണ് ഈ ഗ്രോത്ത് നടക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ. തേർഡ് സെറ്റ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. വലിയ ഗ്രോത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇതിൻ്റെ അകത്ത്, കാരണം ഇത് 15 എളുപ്പമാണ്. ഈ ഡോക്ടർ അശ്വതി. ഹായ് അശ്വതി, വെൽക്കം ടു സ്ട്രീം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇപ്പുറത്തെ കൈ ചെയ്യാം. 15. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സെറ്റ്, ഒരു സെറ്റും കൂടി റിമൈനിങ്, അതിൻ്റെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക, അടുത്ത എക്സസൈസിലേക്ക് മാറാം. നമ്മളെ നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുമ്പോൾ വീണ്ടും കോറിനാണ്. ഇത് കുറച്ചും കൂടി എന്താ പറയുക, നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നില്ല, നമ്മളിന്ന് വേറെ ഇൻട്രസ്റ്റിംഗ് സാധനം ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. അപ്പോൾ ഈ വോളിയം കൊള്ളാം അല്ലേ, ഗെയിം കൂട്ടിയതാണ്. ഇതിൽ ലോ വോളിയാ. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഈ സാധനം കണ്ടിട്ടുണ്ടോ? എനിബഡി ഹാസ് സീൻ ദിസ് തിങ്? ഇപ്പോൾ നമ്മൾ അബ്ഡോമൽ മസിൽസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഒരു വിചാരം എന്ന് പറഞ്ഞാൽ വയറിൻ്റെ മസിൽ ചെയ്താൽ വയറ് കുറയുന്നതാണ്. ഒരിക്കലുമല്ല. വയറിൻ്റെ മസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ 6 പാക്കൊക്കെ നല്ല പ്രോമിനൻ്റ് ആയിട്ട് കാണുമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഈ ഒരു എക്സസൈസിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഇത് ലോകത്ത് തന്നെ കോറിന്, വയറിന് ഭാഗത്തേക്കുള്ള മസിൽസിന് ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണിത്. ഒരു മെഷീനും വേണ്ട, ഒരു സാധനം വേണ്ട, ഈ ജസ്റ്റ് ഒരു സാധനം മേടിച്ചത് ചെറിയ വിലക്ക് കിട്ടുക. 1500 രൂപയ്ക്ക് ഞാൻ ഡെക്കാത്തലോണിൽ വാങ്ങിച്ചാണ്, കുറേ വർഷങ്ങൾ മുന്നേ മേടിച്ചിട്ടുണ്ട്. അനങ്ങിയിട്ടില്ല ഈ സാധനം, കാരണം ഞാൻ അത് ഉപയോഗിക്കാറില്ല. നല്ല ടഫാണ് എക്സസൈസ്. അപ്പോൾ ഒരു ബിഗിനറല്ല ഈ സാധനം, കുറച്ച് എന്താ പറയുക, ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരാൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അടുത്ത നമ്മളെ വർക്കൗട്ടിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് നമ്മളെ ലാസ്റ്റ് വർക്കൗട്ടാണ്. ഈ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും എന്താ പറയുക, നമ്മളെല്ലാ പ്രാവശ്യം പറയുന്ന പോലെ കൈയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കൈ നോക്കി, കൈയൊക്കെ ഫസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇരുപത്തഞ്ച് ദിവസം വർക്കൗട്ട് ചെയ്തുള്ളൂ.
ആംസൊക്കെ സെറ്റായി. ട്രൈസെപ്സ് കുഴപ്പമില്ല. ഓക്കെ, ചെസ്റ്റും വയറും കാണിച്ചു തരാം. പക്ഷേ വയറൊന്നും അനങ്ങിയിട്ടില്ല, കാരണം ഞാൻ ജങ്ക് ഫുഡ് ഇപ്പോഴും നിർത്തിയിട്ടില്ല. ജങ്ക് ഫുഡ് അങ്ങനെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സാധനം ഇതിങ്ങനെയുള്ളത്. നല്ല പണിയാണ്. ഞാനൊരു 3 മാസമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നാളെ പോലെ സ്ട്രീം രാവിലെ ആക്കിയാലോ? നാളേക്ക് കുറച്ച് രാവിലെ നേരത്തെ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് സ്ട്രീം തുടങ്ങാം. രാവിലെ കുറച്ച് ബെറ്റർ ആയിരിക്കും ഫീലിംഗ്. മോർണിംഗ് റൊട്ടീൻ ശരിയായാലേ കഥയുള്ളൂ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനിയിപ്പുറ സൈഡും കൂടി ഉണ്ടല്ലേ. ഓക്കെ, നമ്മളെ ലാസ്റ്റ് വർക്കൗട്ട് ഈ എക്സസൈസിൻ്റെ ചെയ്യാൻ പോവാണേ. അതും കൂടി കഴിഞ്ഞ് ലെറ്റ്സ് ഫിനിഷ് ഇറ്റ്. ഓക്കെ, ഇതെന്തിനുള്ളതെന്ന് ഞാൻ പറഞ്ഞേ, സ്പൈനിന് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, അപ്പോൾ അതിനൊരു തീരുമാനം. അടുത്തതായിട്ട് ഓക്കെ, അപ്പോൾ അടുത്തത് കുറച്ച് ഡിഫറെൻ്റ് ആംഗിൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഇതിൽ കാണിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും അതല്ലേ, ഏകദേശം ഒരു 500 രൂപയ്ക്ക് ഒരു ഡെക്കാത്തലോണിൽ കിട്ടും. ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ആപ്സൊക്കെ പടപടാന്ന് വരും. അപ്പോൾ ഇതിനായിട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പില്ലോയോ എല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനം കിട്ടും. ഇങ്ങനത്തെ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് തറയിൽ വയ്ക്കുക. ഓക്കെ, ഇത് നമ്മളെ മുട്ടിൻ്റെ പ്ലേസ്മെൻറ്റിനാണ്. ഓക്കെ, മുട്ടിനൊന്നും പറ്റാതെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാമെന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മാക്സിമം പോവാം. അത് കഴിഞ്ഞ് ഇവിടെ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ മെല്ലെ മനസ്സിലാവും. അതായത് കോറ് മെല്ലെ എൻഗേജ് ആയിട്ട് തുടങ്ങും. കോറ് നല്ല സ്റ്റിഫായിട്ട് വെക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് തന്നെ ബാക്കിലോട്ട് വലിക്കുക. നമ്മളെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടല്ല, നമ്മളെ കോറാണ് നമ്മളെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണത്. ഓക്കെ, ഹാൻഡ് സ്റ്റിഫാണ്. ഹാൻഡ് ഈ ജോയിൻ്റ് ഒന്നും മൂവ് ചെയ്യാനുള്ള, ജോയിൻ്റൊക്കെ സെയിം ലെവലിലാണ് നിൽക്കണേ. ഓക്കെ, ബോഡിയിലെ പൊസിഷനിൽ കോറ് മാത്രമേ അനങ്ങുള്ളൂ. എന്നിട്ട് മാക്സിമം പോവാം. എന്നിട്ട് ബാക്കിലേക്ക് വരിക. സോ ഇതാണ് എക്സസൈസ്. ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്ര എളുപ്പമല്ല ബിഗിനേഴ്സിന്. കുറച്ചൊന്ന് പ്ലാങ്കൊക്കെ ചെയ്ത് ഒന്ന് ടൈമൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഒരു 3 സെറ്റ് 10 വെച്ച് ചെയ്ത് നോക്കാമല്ലോ. 1 2 3
4 നല്ല കിട്ടണം കേട്ടോ. 5 6 7 8 9. ഓക്കെ, അപ്പോൾ നല്ലോണം എന്താ പറയുക, നല്ലോണം കിട്ടുന്നൊരു വർക്കൗട്ടാണ് ഈ സാധനം. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കുക, ഒരു 1 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. എന്നിട്ട് മെല്ലെ അടുത്ത വർക്കൗട്ടിനെ പറ്റി പ്ലാൻ ചെയ്യുക. ഞാൻ യൂഷ്വലി ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ജസ്റ്റ് ഓൺ ദ ഫ്ലോയിൽ എന്ത് എക്സസൈസാണ് വരിക അതങ്ങനെ ചെയ്ത് പോവാം. കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അന്നത്തെ ദിവസം ഏറെക്കുറെ റഫ് ഐഡിയ വെച്ചിട്ട് അങ്ങനെ ചെയ്തു പോകാന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് എക്സസൈസ് നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ ഈ ബ്രേക്കിൻ്റെ ഇടയിൽ. എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ പറയുക, ആപ്സായില്ലേ, ആപ്സായി സൈഡ് നമ്മളെ സ്പൈനിലെ എക്സസൈസുകൾ ചെയ്തു. പിന്നെ ഇത് മതി. ഇത് വേണമെങ്കിൽ കോർണർ ഒരെണ്ണം കൂടി ചെയ്യാം. നമുക്ക് ഡെഡ് ബഗ് ചെയ്യാം. ഡെഡ് ബഗ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ ചെയ്ത എക്സസൈസാണ്. അപ്പോൾ കുറച്ച് ടഫുള്ള എക്സസൈസാണ്, പക്ഷെ നല്ല കോറ് സെറ്റാവും. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നല്ല പെയിനുണ്ട് എനിക്ക്. അപ്പോൾ അത് ചെയ്യാം, ഡെഡ് ബഗ് ചെയ്യാം അടുത്ത്. ഓക്കെ, അപ്പം നമുക്ക് മെല്ലെ അടുത്ത സെറ്റിലേക്ക് പോവാം. ഞാൻ ചെയ്യുന്ന ഫോം അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഫ്രണ്ടിലേക്ക് ഫുള്ള് പോയാൽ അത്രയും കോർ എൻഗേജ് ആവും മാക്സിമം പോയി കഴിഞ്ഞാൽ. പിന്നെ മീൻസ് റിലാക്സ് ചെയ്യുന്ന പൊസിഷനിൽ കോർ ഉപയോഗിച്ചിട്ട് തന്നെ വരിക എന്നുള്ളതാണ്. പിന്നെ അതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് റിലാക്സ് ആവേണ്ട ആവശ്യമില്ല. കുറച്ച് റിലാക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലോണം ഇത് കിട്ടും. എന്താ പറയുക, നല്ലോണം കോറ് ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ആവും. പക്ഷെ അത്രയും പറ്റൂല, അത്രയും നല്ല സിവിയർ പെയിനാണ്. അതുകൊണ്ട് നമ്മളൊരു ഇതിനനുസരിച്ചിട്ട് എന്താ പറയുക, ഡിഫിക്കൽട്ടി ഒരു ഡിഫിക്കൽട്ടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, പോവാം. അപ്പോൾ വെൽക്കം ടു സെക്കൻഡ് സെറ്റ്. ഇപ്പം തന്നെ പിടുത്തം തുടങ്ങി കേട്ടോ. One, 2, 3, 4, 5, 6, 7, 8, 9. പറ്റില്ല, 10. അവിടെ ഇത് 2 സെറ്റേ പറ്റുള്ളൂ. ഇത് നല്ല ഹെവിലി ഇൻറ്റൻസീവാണ് ഈ സാധനം. സാധനം ചെയ്ത ഡാമേജിങ്ങോ, അതുകൊണ്ട് ഇപ്പരിപാടി ഞാൻ നിർത്താണേ. എന്താടാ അതെ, ഇപ്പോൾ സാധനം അത്യാവശ്യം നല്ല ഇൻറ്റൻസ് ആയതുകൊണ്ട് ഞാൻ നിർത്താണ്. കാരണം പറ്റുന്നില്ല, കഷ്ടിച്ച് ഫോം ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന ഫോമും ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. അതുകൊണ്ട് ഇത് 2 സെറ്റിൽ അവസാനിപ്പിക്കുക. അടുത്ത വർക്കൗട്ട് വരില്ല, ഈ വീക്ക് തന്നെ ഒരു കോർ വരും. ആ സമയത്ത് നമുക്ക് ഒരു 3 സെറ്റ് അറ്റംപ്റ്റ് ചെയ്യാം ബസ് ആരാംസ്.
അപ്പോൾ എൻ്റെ ഒരു ഫിലോസഫി ഇതാണ്, കൂടുതൽ ഇഞ്ചുറി ആക്കാൻ പാടില്ല, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പോയാൽ മതി. അത് തന്നെ ഒരു വലിയ പ്ലസ് പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതായി. നെക്സ്റ്റ് ഡെഡ് ബഗ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ കൂടെ ഡെഡ് ബഗ് ചെയ്യുന്നത് ചോദിച്ച് മേടിക്കുന്നതിന് തുല്യമാണ്. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഡെഡ് ബഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെഡ് ബഗ് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്, ആർക്കും ചെയ്യാം, ഒരു ഇതും വേണ്ട, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതിന് കൂടുതൽ എന്താ പറയുക, എക്യുപ്മെൻറ്റ്സും ഒന്നും വേണ്ട, എന്നാൽ അല്ലാണ്ട് തന്നെ നല്ലപോലെ ഈ കോറ് കിട്ടാനായിട്ടുള്ള എക്സസൈസാണ്. നടുവേനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്, കോറിന് സ്ട്രെങ്ത്ത് ബിൽഡാവും. അതുകൊണ്ട് അങ്ങനെ അതുവഴി നിങ്ങളെ നടുവേനൊക്കെ മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സാധനം കുറച്ച് ടഫാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ് ഈ സാധനം. ഓക്കെ, സോ ഇതിനായിട്ട് 2 കൈയും കാലും ഇങ്ങനെ മാക്സിമം കിടക്കുക ഈ ഒരു പൊസിഷനിൽ, ശവാസനം പൊസിഷൻ. എന്നിട്ട് ഈ കൈ പൊക്കുക, ഈ കൈ പൊക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഈ കാലും പൊക്കുക, കാലിങ്ങനെ 90 ഡിഗ്രിയിൽ വെക്കുക. അത് കഴിഞ്ഞ് ഇത് താക്കണതിൻ്റെ കൂടെ തന്നെ മറ്റേ കാലും കൈയും പൊക്കുക. ഓക്കെ, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നടുവിൻ്റെ ഈ ഭാഗത്തായിട്ട് കണ്ടോ, ഇവിടെ ഒരു കുഴി രൂപപ്പെടും നടുവിൻ്റെ ആർച്ച്, അത് മാക്സിമം ഫ്ലാറ്റാക്കി വെക്കുക. സാധാരണ ഇങ്ങനെ നല്ല കുഴി ഉണ്ടാവും, നമുക്കിങ്ങനെ കോർ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് ആവും. ഓക്കെ, അപ്പോൾ ആ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ സാധനം ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. Eleven, 12, 30. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. ഇത് ചെയ്യാനൊരു സാധനമാണല്ലോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് പറ എങ്ങനെ ഉണ്ടായിരുന്നു. ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ തന്നെ നിങ്ങളെ കില്ല് ചെയ്യാൻ പറ്റുന്ന സാധനമാണിത്. ഓക്കെ, കുറച്ച് റെസ്റ്റ് എടുക്കുക, മെല്ലെ അടുത്ത ഇതിലേക്ക് കിടക്കാം. ഇതൊരു 3 സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതോടെ കൂടെ കോറായി. നെക്സ്റ്റ് ഞാനൊരു കാഫ് മാത്രമേ ചെയ്യുള്ളൂ ഇന്ന്. വേറെ നമുക്ക് വേണമെങ്കിൽ ഹാംസ്ട്രിങ്സും ചെയ്യാം. ഹാംസ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലെഗ് ഡെഡ് ലിഫ്റ്റ് ചെയ്യാം, സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്, അതും കൂടെ ചെയ്യാം. മറ്റേ ചെയ്യാൻ വയ്യ, സ്ക്വാട്ട് ചെയ്യാൻ വയ്യ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ സെക്കൻഡ് സെറ്റിലേക്ക് കിടക്കാം. ഞാൻ 2 കാലും ഈ മീൻസ് ഫുള്ള് താത്തല്ല കേട്ടോ, ഒരു കാല് താത്താണെങ്കിലും ചെറിയൊരു പൊക്കിയിട്ടാണ് വയ്ക്കുക. 2, 3, 4, 5, 7, 8, 9, 10, 11, 12, 15. മസിൽ പിടിച്ചു, ഇതാ പിടിച്ചത്. അപ്പം അത് മസിലൊക്കെ പിടിക്കുകയാണെങ്കിൽ, നേരത്തെയും പിടിച്ചായിരുന്നു, അത്ര കാര്യമാക്കിയില്ല, ഈ സ്ട്രെച്ച് കൊടുത്താൽ മതി. ക്യാമറ ഷെയ്ക്കാവുണ്ടല്ലോ. സ്റ്റോപ്പ്. സ്റ്റോപ്പ്.
ട്രാക്കിംഗ് ദുരന്തമാണ്. ട്രാക്കിങ്ങിൻ്റെ ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് ഈ സാധനം കണ്ട. ഇത് ഗിംബലിൻ്റെ ഒരു ട്രാക്കിങ്ങിൻ്റെ മോഡ്യൂളാണ്. ഓക്കെ, DJൻ്റെ ചില സമയത്തൊരു ഗ്ലിച്ച് അടിക്കണ്ടീന്, അതിന് തോന്നിയ പോലെ പെരുമാറാം. ഞാൻ ഊരി വെച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ഡെഡ് ബഗ് ചെയ്തു? നമ്മൾ 2 സെറ്റ് ചെയ്തു. ഓക്കെ, നല്ല 3rd സെറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ലോ ആൻഡ് സ്റ്റഡി ഒന്ന്. രണ്ടാമത്തെ കാര്യം, നട്ടല് ഫുള്ള് ഈ ഫ്ലോറിൽ മുട്ടുക എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം, കാല് രണ്ടും എന്താ പറയുക, ഫുൾ ടൈം നിലത്ത് കുത്തണം എന്നില്ല, ഒരു ചെറിയൊരു പൊക്കത്തിൽ വയ്ക്കുക. കാണുമ്പോൾ മനസ്സിലാവില്ലേ, ചെറിയ ഫുൾ ഡൗൺ അല്ല, ഒരു സ്ലൈറ്റ്ലി അബോവ് ആണ്. അപ്പോഴാണ് കുറച്ചും കൂടി കോർ ആക്ടിവേറ്റ് ആവുക. ഓക്കെ, ലെറ്റ്സ് ഗോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 18 19. ഓക്കെ, അപ്പോൾ 3rd സെറ്റ് കഴിഞ്ഞു. ഇത് ഒരു 1 ലാസ്റ്റ് സെറ്റും കൂടി റിമെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ എല്ലാവർക്കും എളുപ്പമായിരിക്കും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. വെയിറ്റ് ഒന്നും ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. മറ്റേ ചെയ്തത് ആ റോളർ മാത്രമേ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അതില്ലെങ്കിൽ കൂളായിട്ട് പ്ലാങ്ക് ചെയ്താൽ മതി. നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ പ്ലാങ്ക് ചെയ്ത് വിട്ടാൽ മതി. ലെഗ് ട്രെയിനിങ് കുറച്ച് കുറവാണ്, അതെനിക്കറിയാം. പക്ഷെ ലെഗിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമുണ്ട് മൈൻഡ്. നമ്മൾ ലെഗ് ചെയ്തേ വാശി പിടിച്ചുള്ളൂ നടക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രെയിനിങ് അങ്ങ് മുടങ്ങും. അപ്പോൾ അത് മുടങ്ങുന്നതിനേക്കാളും നല്ലതാണ് എന്താ പറയുക, ലെഗ് ട്രെയിനിങ് അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് സെറ്റിലേക്ക് കിടക്കാം. കൈ രണ്ടും ബുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു വർക്കൗട്ടും കൂടി കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാഫ് റൈസസ് ആണ്. ഇത് ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ജസ്റ്റ് 2 വെയിറ്റ് ആവശ്യമുള്ളൂ. ഇനി ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ക്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. കുറച്ചൊരു ഹൈറ്റിലേക്ക്. ഓക്കെ, സോ ഇതിനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയുടെയാണ്. കം ഓൺ. ഇനി ഞാൻ ഡയറ്റിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. ഉച്ചയ്ക്ക് ഒന്നും ഫുഡ് കഴിച്ചില്ല. 2 മീൽ പെർ ഡേ മതി എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. 3 4 5 6 7 8 9 10 11 12
13, 14, 15. ഓക്കെ, നമ്മളെ ലെഗിൻ്റെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. കാഫ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫുൾ ഏരിയ ആണ്. കാഫും അതേമാതിരി ഈ പോർഷനും, ഇത് രണ്ടുമാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് നമ്മളിന്ന് ചെയ്യാനുള്ള ഫ്രണ്ട് ഒടുക്കത്തെ പണിയാണ് ചെയ്യാൻ. ലെഗ് നമ്മളൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിൻഡ് മസിലാണ് നമ്മുടെ. മുമ്പ് നല്ല സ്ക്വാട്ടൊക്കെ ചെയ്തുകൊണ്ട് ഓക്കെ. അപ്പോൾ നമ്മളെ സെക്കൻഡ് സെറ്റിലേക്ക് കിടക്കാം. വെയിറ്റുകൾ എടുക്കുക, വരുക, നിൽക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 20. ഓക്കെ, 20 എടുത്തു, എന്നാലും കുഴപ്പമില്ല. ബോഡി സെറ്റായി വരുന്നുണ്ട്, പക്ഷേ ഡയറ്റ് കൺട്രോൾ അത്ര സ്ട്രിക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് വയറ് പോകത്ത്. ലോകത്തെല്ലാവർക്കും ഉള്ള മെയിൻ പ്രശ്നമാണ് ഹൗ ടു ലൂസ് വയർ. ബിലീവ് ചെയ്യുക, ഇതാണ് പ്രോസസ്സ് ബിലീവ് ചെയ്തിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. ഞാൻ ഒരുപാട് വട്ടം ചെയ്തതായതുകൊണ്ട് എനിക്കൊരു വിഷയമില്ല. അത് അറിയാം ഇതെന്താ വരാൻ പോണേ, എങ്ങനെയാണ് ഡയറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഇഷ്ടം പോലെ വട്ടം ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഫാറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിഷയമില്ല. അതേമാതിരി തന്നെ മസിൽ ബിൽഡിങ്ങും ഇഷ്ടംപോലെ വട്ടം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യമെങ്കിലും ഇത് ഫുള്ള് സ്ട്രീമിങ്ങിലൂടെ കാണിക്കാൻ വിചാരിച്ചത്. ഇതൊരു പ്രോസസ്സാണ്, ഇത് ഫുൾ എന്താ പറയുക, ഓട്ട മത്സരമല്ല, ഇറ്റ്സ് എ ഫുൾ ജേണി. ഓക്കെ, let's go. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, അപ്പം നമ്മളെ മൂന്നാമത്തെ സെറ്റും നമ്മൾ സക്സസ്ഫുള്ളി തീർത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഉള്ളൊരു സെറ്റും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത എക്സസൈസിലേക്ക് കിടക്കും. സ്ട്രെയിറ്റ് ലെഗ് ഡെഡ് ലിഫ്റ്റ്, സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 ഡംബൽ നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് മുട്ട് മിനിമൽ മടക്കാതെ ഹിപ്പ് വെച്ചിട്ട് ത്രസ്റ്റ് ചെയ്യുക. സോ ബേസിക്കലി ഇതിൽ കുറച്ച് ഗ്ലൂട്ട് ആക്ടിവേഷൻ വരുന്നുണ്ട്. അതേപോലെ ഹാംസ്ട്രിങ്സിന് ഈ പോർഷനാണ് നല്ല പിടുത്തം വരും. ഈ ഒരു ഏരിയക്ക് നല്ല വർക്കൗട്ട് കിട്ടും. ഓക്കെ, അതൊരു 4 സെറ്റ് ചെയ്യുക. അതോടെ ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. എത്ര മണിക്കൂറായി സ്ട്രീം തുടങ്ങിയിട്ട്? ഓക്കെ, 44 മിനിറ്റേ ഉള്ളൂ അല്ലേ? ഓക്കെ, നമ്മൾ ഈ സെറ്റിലേക്ക് കിടക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15,
16, 17, 18, 19, 20, 21, 22. ഓ, ഒരു ബേൺ ഉണ്ട്, അത് കിട്ടണ വരെ ഞാൻ ചെയ്ത്. ഓക്കെ, സമാധാനം. നമുക്കിനി മെല്ലെ ഒരു മെല്ലെ ഒരു 1 minute ബ്രേക്ക് എടുക്കുക. നമ്മൾ ലാസ്റ്റ് എക്സസൈസ് ഓഫ് ദ ഡേ ചെയ്യാം. ഓക്കെ, എടാ നമ്മളെ സ്ഥിരം ടീമുകളൊന്നും ഇല്ല കേട്ടോ, കുറേ ടീമുകൾ പോയി. നമ്മളതിൽ ആദ്യമൊക്കെ കുറേ ടീമുണ്ടാവും. ഇനിയിപ്പോൾ ഇതെല്ലാം വരും, തടി കുറയണം. മസിൽ ബിൽഡിങ്ങിൻ്റെ ടൈമിൽ ഒരുത്തന്നെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഷ്രെഡായി കഴിയുമ്പോൾ എല്ലാ ടീമുകളും എത്തും. യാ, ഹോം വർക്കൗട്ടല്ല. ഹോം വർക്കൗട്ടാണ് ഇന്ന് ആക്ച്വലി കാണിച്ചത്. നമ്മളിപ്പോൾ ഡെഡ് ബഗ് ചെയ്തില്ലേ, അതിലൊരു എക്യുപ്മെൻറ്റ്സ് ഇല്ല. അത് നിങ്ങൾ ഡെയിലി ചെയ്താൽ തന്നെ നടുവേനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് മാറും. അത് നടുവേനയുടെ റീഹാബിലിറ്റേഷന് കൊടുക്കുന്ന ഒരു എക്സസൈസ് അത്. പക്ഷേ ഇനീഷ്യൽ ഫേസിലല്ല, നമ്മൾ വേദനയൊക്കെ മാറി, അതായത് ഫുൾ ടൈം വേദനയുള്ള ഇതാവസ്ഥയൊക്കെ മാറി നമ്മളൊന്ന് സെറ്റായി കഴിയൂലേ, അതിന് ശേഷം നല്ല സ്ട്രെങ്തൻ ചെയ്തെടുക്കാനുള്ള എക്സസൈസ് ചെയ്ത് ഡെഡ് ബഗ് നമ്മൾ ചെയ്തത്. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കിടന്നിട്ട് ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ ചെയ്യുന്ന പോലെ. സോ അതേപോലെ പ്ലാങ്ക് ചെയ്താൽ മതി. പ്ലാങ്കും കോർനാണ്. പിന്നെ എന്താ പറയുക, പിന്നെ അത് രണ്ടുമാണ് കോറിന് ചെയ്യാൻ പറ്റുന്നത്. കാഫിന് നിങ്ങൾക്കിപ്പോൾ എക്യുപ്മെൻറ്റ്സ് ഇല്ലാണ്ട് ചെയ്യാൻ ഇപ്പം ഇങ്ങനെ പറ്റുള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാദത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുക, പൊങ്ങി താഴെ, അതേ പറ്റുള്ളൂ. വേറെ നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നുമില്ല. കാരണം ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിറ്റ് ഇട്ടേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എക്സസൈസിലേക്ക് കിടക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു വലിയൊരു മസിൽ ഗ്രൂപ്പിനാണ് നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോർഷനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് ഈ പോർഷൻ. സോ അതിനായിട്ട് എന്ന് എപ്പോഴാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഡിപ്പെൻസ്. എൻ്റെ ഡ്യൂട്ടീൻ്റെ ഇതൊക്കെ പോലെയാണ്. ഞാൻ 8:30 തുടങ്ങണം എന്ന് വിചാരിക്കും, പക്ഷെ എന്തായാലും ഒരു 9 മണി കഴിയും. ഓക്കെ, അപ്പോൾ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് കാണിച്ചു തരാം. കുറച്ചൊന്ന് പൊക്കണം. ഓക്കെ, ബസ്. അപ്പോൾ ഇതിനായിട്ട് 2 വെയിറ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ആംഗിളിൽ കാണിച്ചു തരാം. വെയിറ്റ് എടുക്കുക, എന്നിട്ട് മുട്ട് മടക്കാതെ നല്ല താഴേക്ക് പോകും. ഈ പൊസിഷനിൽ എത്തുമ്പോൾ നല്ല സ്ട്രെച്ച് കിട്ടും ബാക്കിൽ. അപ്പോൾ ഗ്രൗണ്ട് പുഷ് ചെയ്തിട്ട് ത്രസ്റ്റ് ചെയ്ത് കയറുക. ഓക്കെ, ലെറ്റ്സ് ഗോ അഗൈൻ. 1, 2, മാക്സിമം താഴെ പോവുക. 3, 4, 5. ഇത് വെയിറ്റ് കൂടുതലാണ്. ഇത് വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് 5-ൽ പെട്ടെന്ന് എൻ്റെ റെസ്റ്റും തളർന്നു. ഈ പോർഷന് നല്ല പെയിൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചൊന്ന് വെയിറ്റ് ഡ്രോപ്പ് ചെയ്യണം. അത് മസിൽ അത്യാവശ്യം ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ടാണ് ഈ വിഷയം. നമുക്കിത് പെട്ടെന്ന് പരിഹരിക്കാമെന്നുള്ളൂ, അടുത്ത ആഴ്ചക്കുള്ളിൽ പരിഹരിക്കാമെന്നുള്ളൂ. അങ്ങനെയാണ് നിങ്ങളുടെ വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കൊരു 8 എണ്ണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വെയിറ്റ് ഭയങ്കര കൂടുതലാണെന്നാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ വെയിറ്റ് കുറയ്ക്കുകയാണ്. ഞാൻ 15 കിലോയിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ വെയിറ്റ് നിങ്ങൾ എടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ നേരെ നിൽക്കുക. നീ ജോയിൻ്റ് ചെറുതായിട്ട് മടക്കുക. 1, 2, 3, 4, 5, 6, 7,
8, 9, 10. റെസ്റ്റ്. എനിക്ക് കാല് പോകുന്നതിനും മുന്നേ കൈ തളരുക, അതാണ് മെയിൻ കംപ്ലൈൻറ്റ്. ഓക്കെ അപ്പോൾ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കുക. മാക്സിമം സ്ട്രീമിൻ്റെ ഇടയിൽ തന്നെ എല്ലാം പറ്റണ രീതിയിൽ പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ ഞാനിത് ഒരു സെറ്റും കൂടി ചെയ്യണുള്ളൂ. എനിക്ക് ചെറിയൊരു ലോവർ ബാക്കിലൊരു പെയിൻ കിട്ടി തുടങ്ങി. ഇതൊരു വർക്കൗട്ടിൻ്റെ പെയിനല്ല, ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഉളുക്ക് ടൈപ്പ് പെയിന് വരാൻ തുടങ്ങി. ഇത് നോർമലാണ്, ഈ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നോർമലാണ്. അത് ഫസ്റ്റ് തന്നെ നമ്മൾ 20 kg ലോഡ് ചെയ്തുകൊണ്ടാണ്. 15 kg ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് ഇത് വരില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മളിനി കൂടുതൽ സ്ട്രെയിൻ കൊടുക്കരുത്. നമ്മൾ മിനിമൽ സ്ട്രെയിനിലൊരു 15 kg തന്നെ നമ്മൾ നോക്കും. എന്നിട്ട് അത് വലിയ പ്രശ്നമില്ല, സിവിയർ ഒരു പെയിനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമ്മളത് ആ ഒരു വെയിറ്റിൽ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ഡയറ്റ് എങ്ങനെയാണെന്നല്ല, ഡയറ്റാണ് വിഷയം. ഡയറ്റാണ് എൻ്റെയും കുഴപ്പത്തിലാക്കുന്നത്. എന്നെ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലത്തെ വീഡിയോ എടുത്ത് വയ്ക്കും, ഇപ്പോഴത്തെ വീഡിയോ വയ്ക്കുക, അപ്പോൾ ഫുള്ള് മസിലായിട്ടുണ്ട്. ഇത് നിങ്ങൾ ബോയ് ആണോ ഗേളാണോ എന്നറിയില്ല. ഓക്കെ, ഗേളാണെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും മസിൽ വരില്ല, കാരണം നിങ്ങളെ ഹോർമോൺസ് ഡിഫറെൻ്റ് ആണ്. ഇനി ബോയ് ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതിലേക്കാളും കൂടുതൽ മസിൽ ഉണ്ടാകാം. നിങ്ങൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കഴിക്കണം. എത്ര പ്രോട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും കണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ ഒരു ട്രാക്ക് വഴി പോകുന്ന ഒരാളല്ല. നിങ്ങൾ എത്ര ഗ്രാം ഓഫ് അന്നജം, എത്ര ഗ്രാം ഓഫ് പ്രോട്ടീൻ, എത്ര ഗ്രാം ഓഫ് ഫൈബർ കഴിക്കണം എന്നൊക്കെ കണക്കുകളുണ്ട്. ഞാൻ ആ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആൾക്കാർ ഉള്ളതും കൂടി ഇട്ടിട്ട് പോവുക ചെയ്യുക. ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. എല്ലാ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും മോർണിംഗ്, ലഞ്ച്, ഡിന്നർ 3 ആയിരിക്കുമല്ലോ പൊതുവെ എല്ലാവരും കഴിക്കുക. ഈ 3ലും പ്രോട്ടീൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതായത് ചിക്കൻ, ഫിഷ്, എഗ്ഗിൽ, അല്ലെങ്കിൽ പനീർ, സോയാ ബീൻസ്, കടല, പരിപ്പ്, പയർ വർഗ്ഗങ്ങൾ, ഈ സാധനങ്ങൾ മാക്സിമം നമ്മുടെ മീലിൽ ഉണ്ടാവുക. പ്ലേറ്റിൻ്റെ ഒരു പകുതി കടന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ബാക്കി പോർഷൻ ഫൈബറും ബാക്കി പോർഷൻ കാർബും അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതാണ് നല്ലൊരു ഐഡിയൽ എന്നല്ല, ഒരു നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റിൻ്റെ ഒരു പകുതിയോളം ഈ പറഞ്ഞ ചിക്കൻ, ഫിഷ്, എഗ്ഗ് ഏതെങ്കിലും കൊണ്ട് നിറയ്ക്കുക. ബാക്കി ഒരു പോർഷന് ഫൈബർ കൊണ്ട് ഇറക്കുക, ബാക്കി ഒരു പോർഷൻ അന്നജം കൊണ്ട് ഇറക്കുക. ബസ്, സിമ്പിൾ. ഗൈഡ് ലൈനും പ്രകാരം കുറേ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം എൻ്റെ അഭിപ്രായത്തിൽ ഇത് മതി. ഇപ്പോൾ സ്റ്റാർട്ടേഴ്സ് തന്നെയാണ് നിങ്ങൾ ആദ്യമായിട്ട് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ഇത് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതാക്കാം. വേണമെങ്കിൽ പ്രോട്ടീൻ ഒട്ടും കഴിക്കാത്ത ആളെങ്കിൽ പ്ലേറ്റ് 4ആയിട്ട് ഇതാക്കുക, ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരു 4-1 പ്രോട്ടീൻ കയറ്റുക. ചിക്കൻ, ഫിഷ്, എഗ്ഗ്, മുട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പനീർ, അങ്ങനത്തെ സാധനങ്ങൾ. ഒരു ഇതിൽ കാർബോഹൈഡ്രേറ്റ് കയറ്റുക, അന്നജം, ചപ്പാത്തി, ചോറ്, ദോശ, എന്താണെന്ന് വെച്ചാൽ. പിന്നെ മറ്റേ പോർഷനിൽ ഫൈബർ എന്ന് പറഞ്ഞാൽ തോരൻ, ഇങ്ങനെ ഇലക്കറികൾ, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ 4ാമത്തെ പോർഷനിൽ എന്തെങ്കിലും പൊരിച്ച കടികൾ, അങ്ങനെയുള്ള. അപ്പോൾ എന്താ, ഈ ഫാറ്റ്, നമ്മൾ പ്രോട്ടീൻ എല്ലാം 25% കണക്കിലായി. ബസ്, അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് പ്രോട്ടീൻ എക്സ്ട്രാ ചെയ്യുക എന്നുള്ളതാണ്, എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വർക്കൗട്ട് സെറ്റിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഈ ആംഗിളിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫുൾ ഡൗൺ പോവാം. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ബസ് മൈൽഡ് വർക്കൗട്ട് ചെയ്തോളൂ. അപ്പോൾ തൽക്കാലം ഇത് മതി. അപ്പോൾ എനിവേസ്, ഇന്നത്തെ സ്ട്രീമിൽ പങ്കെടുത്ത എല്ലാവർക്കും
ബിഗ് താങ്ക് യു. നിങ്ങൾ മാക്സിമം ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അത് അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്കും പറഞ്ഞുതരാൻ പറ്റും. അതേപോലെ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ എനിക്ക് വായിച്ചിട്ട് എനിക്കും അതിന് ഇൻഫർമേഷൻ കിട്ടാൻ ആയിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. സോ എനിവേസ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നാളത്തെ സ്ട്രീമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.